നമസ്കാരം. ടീച്ച് ഫ്രം ഹാർട്ടിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. 10ാം സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസിലെ ഫസ്റ്റ് ചാപ്റ്ററായ റവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ്ഡ് ദ വേൾഡ്, അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. അതിൽ നിന്നുള്ള വൺ വേർഡ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഷോർട്ട് ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോയാണിത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ജോൺ ലോക്ക് സേസ് അബൌട്ട് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങളെക്കുറിച്ച് ജോൺ ലോക്ക് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ജോൺ ലോക്ക് സേസ് ദാറ്റ് എവറി ഹ്യൂമൻ ബീയിങ് ഹാസ് സം ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് nobody has the right to suspend those rights even if it is a government. Nobody can take those rights away from a human being. എന്താണ് ജോൺ ലോക്ക് പറയുന്നത്? എല്ലാ മനുഷ്യനും, എവരി ഹ്യൂമൻ ബീയിങ് ഹാസ് സം ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, എല്ലാ മനുഷ്യർക്കും മൗലിക അവകാശങ്ങൾ, ചില മൗലിക അവകാശങ്ങളുണ്ടായിരിക്കും. ആർക്കും തന്നെ ഈ മൗലിക അവകാശങ്ങളെ, നോബഡി ഹാസ് ദ റൈറ്റ് ടു സസ്പെൻഡ് ദോസ് റൈറ്റ്സ്, ആർക്കും തന്നെ ഈ മൗലിക അവകാശങ്ങളെ ഹനിക്കുവാനുള്ള അവകാശം ഉണ്ടായിരിക്കുകയില്ല. ഈവൻ ഇഫ് ഇറ്റ് ഈസ് എ ഗവൺമെൻറ്, അതൊരു ഗവൺമെൻറ് ആയിക്കോട്ടെ, ആർക്കും തന്നെ നോബഡി ക്യാൻ ടേക്ക് ദോസ് റൈറ്റ്സ് എവേ ഫ്രം എ ഹ്യൂമൻ ബീയിങ്, ഒരു മനുഷ്യനുള്ള മൗലിക അവകാശങ്ങളെ ഹനിക്കുവാൻ ഗവൺമെൻറ് ആയാൽ പോലും അധികാരം ഉണ്ടായിരിക്കുന്നതല്ല. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഇയർ ദ ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ടുക്ക് പ്ലേസ്, എന്നാണ്, ഏത് വർഷമാണ് ആദ്യത്തെ കോണ്ടിനെൻ്റൽ കോൺഗ്രസ്, ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ചേർന്നത് എന്നാണ്? 1774, 1774. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വേർ ഡെലിഗേറ്റ്സ് ഓഫ് ഓൾ ദ കോളനീസ് എക്സെപ്റ്റ് ജോർജിയ മെറ്റ്, എവിടെയാണ്, ജോർജിയ ഒഴികെയുള്ള ബാക്കി കോളനികളെല്ലാം അല്ലേ, എവിടെയാണ് എന്ത് ചെയ്തത്, സമ്മേളനം കൂടിയത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എവിടെയാണ് അവർ ഒത്തുചേർന്നത്? ഫിലാഡൽഫിയയിലാണ് 13 കോളനികളിൽ ജോർജിയ ഒഴികെ ബാക്കി എല്ലാ കോളനികളും ചേർന്ന് എന്ത് ചെയ്തത്, സമ്മേളിച്ചത്. നെക്സ്റ്റ്, വെൻ ആൻഡ് വേർ ഡിഡ് ദ സെക്കൻഡ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ഹെൽഡ്, എന്ന് എവിടെയാണ് സെക്കൻഡ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് സമ്മേളിച്ചത്? 1775 അറ്റ് ഫിലാഡൽഫിയ, 1775 ഫിലാഡൽഫിയയിലാണ് രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ചേരുന്നത്. ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് 1774 ഫിലാഡൽഫിയയിൽ തന്നെയായിരുന്നു. രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് 1775 ഫിലാഡൽഫിയയിൽ തന്നെയാണ് ചേരുന്നത്. നെക്സ്റ്റ്, ഹൂ വാസ് ദ ചീഫ് ഓഫ് ദ കോണ്ടിനെൻ്റൽ ആർമി, ആരായിരുന്നു കോണ്ടിനെൻ്റൽ ആർമിയുടെ ചീഫ് എന്ന് പറയുന്നത്? ജോർജ് വാഷിങ്ടൺ. നെക്സ്റ്റ്, വാട്ട് തോമസ് പൈൻ ഡിക്ലെയർഡ് ത്രൂ ദി പാംഫ്ലെറ്റ് ടൈറ്റിൽ കോമൺ സെൻസ്, എന്താണ് തോമസ് പൈൻ പ്രഖ്യാപിച്ചത്? അതായത് കോമൺ സെൻസ് എന്ന് പറയുന്ന ലഘുലേഖയിലൂടെ എന്താണ് തോമസ് പൈൻ പ്രഖ്യാപിച്ചത് എന്നാണ്? തോമസ് പൈൻ ഡിക്ലെയർഡ് ദാറ്റ് ഇറ്റ് വാസ് വൈസ് ഫോർ ദ അമേരിക്കൻസ് ടു ബ്രേക്ക് ദ ടൈസ് വിത്ത് ബ്രിട്ടൻ. ഇത് എന്താണ്, ഇംഗ്ലണ്ടുകാരിൽ നിന്നും വേർപിരിയുകയാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വിവേകപൂർവമായ പ്രവൃത്തി എന്നാണ് ആര് പറഞ്ഞത്? തോമസ് പൈൻ പ്രഖ്യാപിച്ചത്. തോമസ് പൈൻ ഡിക്ലെയർഡ് ദാറ്റ് ഇറ്റ് വാസ് വൈസ് ഫോർ ദ അമേരിക്കൻസ് ടു ബ്രേക്ക് ദ ടൈസ് വിത്ത് ബ്രിട്ടൻ, ബ്രിട്ടനുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും വേർപിരിയുക, അല്ലെങ്കിൽ ഇംഗ്ലണ്ടുകാരിൽ നിന്നും ബ്രിട്ടനിൽ നിന്നോ അല്ലെങ്കിൽ ഇംഗ്ലണ്ടുകാരിൽ നിന്നോ വേർപിരിയുകയാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വിവേകപൂർവമായ പ്രവൃത്തി എന്നാണ് തോമസ് പൈൻ ഡിക്ലെയർ ചെയ്തത്. അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, പാംഫ്ലെറ്റിൻ്റെ, അതായത് ഇവർ തയ്യാറാക്കിയ പാംഫ്ലെറ്റിൻ്റെ പേര് എന്താണെന്ന്. ആ ലഘുലേഖയുടെ പേരാണ് കോമൺ സെൻസ് എന്ന്. നെക്സ്റ്റ്, ഹൂ ഇഷ്യൂഡ് ദ ഫേമസ് ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്, ആരാണ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം എന്നുള്ള തയ്യാറാക്കുന്ന അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്തത് ആരാണ്? അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ഇഷ്യൂഡ് ദ ഫേമസ് ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്. ആരാണ്? അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ആണ് ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് ഇഷ്യൂ ചെയ്യുന്നത്. നെക്സ്റ്റ്, വെൻ ദ അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ഇഷ്യൂഡ് ദ ഫേമസ് ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്, എന്നാണ് സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൻ്റെ വെൻ ദ അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ഇഷ്യൂഡ് ദ ഫേമസ് ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്, പ്രശസ്തമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം ഇഷ്യൂ ചെയ്തത് എന്നാണ്
ജൂലൈ 1776 1776 ജൂലൈ 4-നാണ് എന്ത് ചെയ്യുന്നത്, സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുന്നത്. നെക്സ്റ്റ്, ഹൂ പ്രിപ്പയർഡ് ദ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്? ആരാണ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയത്? ആരൊക്കെ ചേർന്നായിരുന്നു? തോമസ് ജെഫേഴ്സൺ ആൻഡ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും ചേർന്നാണ് എന്ത് ചെയ്യുന്നത്, ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്, അമേരിക്കൻ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് തയ്യാറാക്കുന്നത്. നെക്സ്റ്റ്, വിച്ച് റൈറ്റ്സ് ആർ റിട്ടൺ ഇൻ ദ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്? സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൽ എന്തെല്ലാം അവകാശങ്ങളെക്കുറിച്ചാണ് വെച്ചേക്കുന്നത് അല്ലെങ്കിൽ എഴുതിയിരിക്കുന്നത്? ലൈഫ്, ലിബർട്ടി ആൻഡ് ദ pursuit of happiness are the rights included in the Declaration of Independence. സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൽ എന്തിനെക്കുറിച്ചൊക്കെയാണ് എഴുതിയിട്ടുള്ളത്? ജീവിതത്തെക്കുറിച്ച്, ലൈഫ്, ലിബർട്ടി, സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, പിന്നെന്താണ്, പർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ്, സന്തോഷം എന്ന് പറയുന്നത് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് അല്ലേ. സമൂഹത്തിൽ എല്ലാവരും സന്തോഷം ലഭിക്കണം അല്ലെങ്കിൽ അനുഭവിക്കണം. ഈ വക കാര്യങ്ങളാണ്, ഇങ്ങനെയുള്ള അവകാശങ്ങളാണ് സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൽ എഴുതി വയ്ക്കപ്പെട്ടിട്ടുള്ളത്. നെക്സ്റ്റ്, വാട്ട് ആർ ദ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് സേസ് അബൌട്ട് ഹ്യൂമൻ റൈറ്റ്സ്? ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യൻ്റെ അവകാശങ്ങൾ, മാനുഷിക അവകാശങ്ങളെക്കുറിച്ച് സ്വാതന്ത്ര്യ പ്രഖ്യാപനം എന്താണ് പറയുന്നത്? ദ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് സേസ് ദാറ്റ് ഓൾ പീപ്പിൾ ആർ ഈക്വൽ ആൻഡ് എവരി വൺ ഹാസ് സർട്ടൻ റൈറ്റ്സ്. എന്താണ്? ഓൾ പീപ്പിൾ ആർ ഈക്വൽ, എല്ലാ മനുഷ്യരും തുല്യരാണ്. അതുപോലെ എവരി വൺ ഹാസ് സർട്ടൻ റൈറ്റ്സ്, എല്ലാവർക്കും ചില അവകാശങ്ങളും ഉണ്ടായിരിക്കും. ഇതാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് അതിൽ പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വേർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ കൺവെൻഷൻ വാസ് ഹെൽഡ്? എവിടെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ സമ്മേളനം അല്ലേ, ഭരണഘടനാ സമ്മേളനം ചേർന്നത്, കോൺസ്റ്റിറ്റ്യൂഷൻ കൺവെൻഷൻ ചേർന്നത് ഫിലാഡൽഫിയയിലായിരുന്നു ചേർന്നത്. നെക്സ്റ്റ്, വെൻ ദ വാർ ബിറ്റ്വീൻ ഇംഗ്ലണ്ട് ആൻഡ് ദ കോളനീസ് ഇൻ നോർത്ത് അമേരിക്ക ഈസ് എൻഡഡ്? എന്നാണ് ഇംഗ്ലണ്ടും കോളനികളും, നോർത്ത് അമേരിക്കൻ കോളനികളും തമ്മിലുള്ള യുദ്ധം അല്ലെങ്കിൽ അവർ തമ്മിലുള്ള പ്രോബ്ലംസ് അവസാനിച്ചത്? 1781 ഇംഗ്ലണ്ട്, മാതൃരാജ്യമായ ഇംഗ്ലണ്ടും 13 കോളനീസും തമ്മിലുള്ള വാർ അവസാനിക്കുന്നത്. നെക്സ്റ്റ്, അക്കോർഡിംഗ് ടു വിച്ച് ട്രീറ്റി ഇംഗ്ലണ്ട് റാറ്റിഫൈഡ് ദ ഫ്രീഡം ഓഫ് 13 കോളനീസ്? ഏത് ട്രീറ്റി പ്രകാരം, കരാർ പ്രകാരമാണ് ഇംഗ്ലണ്ട് 13 കോളനികൾക്കും സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കുന്നത്? അക്കോർഡിംഗ് ടു ദ ട്രീറ്റി ഓഫ് പാരീസ് ഇൻ 1783 ഇംഗ്ലണ്ട് റാറ്റിഫൈഡ് ദ ഫ്രീഡം ഓഫ് 13 കോളനീസ്. എന്നായിരുന്നു? 1783 പാരീസ് ഉടമ്പടി, ട്രീറ്റി ഓഫ് പാരീസ് പ്രകാരമാണ് ഇംഗ്ലണ്ട് 13 കോളനികൾക്കും സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുത്തത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഹൂ വാസ് ദ ലീഡർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ കൺവെൻഷൻ? ആരായിരുന്നു ഭരണഘടനാ സമ്മേളനത്തിൻ്റെ ലീഡർ എന്ന് പറയുന്നത്? ജെയിംസ് മാഡിസൺ. ആരായിരുന്നു? ജെയിംസ് മാഡിസൺ ആയിരുന്നു ലീഡർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ കൺവെൻഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ഫ്രെയിംഡ് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ആരാണ് അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കിയത്? ആരായിരുന്നു? അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ഫ്രെയിംഡ് ബൈ ജെയിംസ് മാഡിസൺ. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ കൺവെൻഷൻ്റെ ലീഡറും അവരുടെ ഭരണഘടന ഫ്രെയിം ചെയ്തതും തയ്യാറാക്കിയതും ആരായിരുന്നു? ജെയിംസ് മാഡിസൺ ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഹൂ ബിക്കെയിം ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക? ആരായിരുന്നു ആദ്യത്തെ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? ജോർജ് വാഷിങ്ടൺ ആയിരുന്നു അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപയോഗപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. താങ്ക് യു.